എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇടുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ഇത് പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത് പേരൻസിനെയും ടീച്ചേഴ്സിനെയും കുറിച്ചാണ്. ഇന്നത്തെ മാറിവരുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വളരെയധികം കുഞ്ഞുങ്ങളെ പേരൻസും ടീച്ചേഴ്സും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ മറ്റൊരു ലെവലിലേക്ക് മാറിപ്പോകും. പിന്നെ അവരെ കറക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആകെ കിട്ടുന്നത് 1 മുതൽ 10ാം ക്ലാസ്സുള്ളൊരു സമയം മാത്രമാണ് കുട്ടികളെ ശരിക്ക് ഗൈഡ് ചെയ്യാൻ കിട്ടുന്ന സമയം. പേരൻസിനും ടീച്ചേഴ്സിനും ആ ഒരു സമയത്തെ ഇവരെ കിട്ടുന്നുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവർ മാറുന്നതൊരു കോളേജ് ലെവലിലേക്കാണ്. ഇവിടെ കിട്ടുന്ന ബേസിക് കിട്ടുന്ന പരിചരണങ്ങളും അവർ അറിയേണ്ട കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് തുടർന്നുള്ള ഓരോ ജീവിതശൈലികളിലും അത് ഉൾക്കൊള്ളാൻ പറ്റൂ. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആദ്യം പേരൻസിലേക്ക് പോകാം. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഒരുപാട് സുഖസൗകര്യങ്ങൾ കൊടുത്തു വളർത്തുകയായിരിക്കാം. ഒരു പക്ഷേ ഈ കുട്ടികൾ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലായിരിക്കും പഠിക്കുക. മോസ്റ്റ്ലി ഇപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ അവിടെ ഉച്ചഭക്ഷണം വരെ ഫ്രീ ആയി കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന് മനസ്സിലാക്കുക, പുറം രാജ്യങ്ങൾ, യൂറോപ്പ്, അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പബ്ലിക് സ്കൂളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഈവൻ ഫുഡ് സഹിതം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ വലിയ ഫീസും മറ്റുമാണ്. അപ്പോൾ അവിടെ ഏത് വലിയ ഉദ്യോഗസ്ഥരും പബ്ലിക് സ്കൂളിലാണ്, അതായത് ഗവൺമെൻറ് സ്കൂളുകളിലാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന വിഷയം, കുട്ടികളെ നമ്മൾ 1ാം ക്ലാസ് മുതൽ തന്നെ അയക്കുമ്പോൾ അവർ അറിയേണ്ട കാര്യങ്ങൾ പേരൻസ് പറഞ്ഞു കൊടുക്കുക. ഒരു പക്ഷേ കുട്ടികളൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ ആ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഈ കുട്ടിക്കും കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കണം. ഒരു പക്ഷേ കുറച്ച് സാമ്പത്തിക ക്ലേശമില്ലാത്തവർ കരുതും വേണ്ട, കുട്ടികൾ ഉച്ചയ്ക്ക് അവിടെ കിട്ടുന്ന ആഹാരം കഴിച്ചാൽ ശരിയാകില്ല, നമ്മൾ തന്നെ പാചകം ചെയ്ത് കൊടുത്തേക്കണം. നല്ലതാണ്, ബട്ട് അത് ശരിയായ ഒരു പ്രവണതയല്ല. ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവരുടെ കുട്ടികളോടൊപ്പം അവർ ഭക്ഷണം കഴിച്ച് പോകുമ്പോഴായിരിക്കും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുക. മറിച്ച് ഒരു സെപ്പറേറ്റ് ആഹാരം കഴിക്കുമ്പോൾ ഒരു സെപ്പറേഷൻ ഫീൽ അവിടെ ഉണ്ടാകും. അതുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അടുത്ത കാര്യം, ഒരിക്കലും കുഞ്ഞുങ്ങളുടെ പ്രസൻസിൽ കുഞ്ഞുങ്ങളെ വെച്ച് വരുന്ന നാട്ടുകാരോടും ബന്ധുക്കളോടും എൻ്റെ കുഞ്ഞുങ്ങൾ ഭയങ്കര ഹൈടെക്കാണ്, ഭയങ്കര ബുദ്ധിയാണ്, നല്ല സൂപ്പറായിട്ട് പഠിക്കും, ഇങ്ങനെ ഒരിക്കലും അവരുടെ ഫ്രണ്ടിൽ വെച്ച് പ്രൈസ് ചെയ്യുകയോ, ഒപ്പം ഈ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, അനുസരണയില്ലാത്ത അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ, ഈ 2 കാര്യങ്ങളും മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ വെച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് കുഞ്ഞു മനസ്സുകൾ അത് വലിയ ഇഞ്ചുകൊണ്ടുണ്ടാക്കും. അതവർ മറക്കാതെ കിടക്കും. അവർക്കൊരു തോന്നലുണ്ടാവും, അച്ഛനും അമ്മയും എന്നെ ഇത് ചെയ്യുന്നില്ല, ഹേർട്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു പിള്ളേർക്ക് ചിന്തിക്കാനുള്ള ഒരു പക്വത ഉള്ള സമയമല്ല. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് പിടിക്കണം. ഒപ്പം എപ്പോഴും ടീച്ചറുമായിട്ടുള്ളൊരു കോണ്ടാക്ട്സ് ഈ പേരൻസ് ഉണ്ടാക്കിയിരിക്കണം. കുട്ടികൾ സ്കൂളിൽ എങ്ങനെയാണ് എന്താണെന്നുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിക്കുകയും, ഇനി ടീച്ചർ തിരക്കുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഫ്രീ ടൈം എപ്പോഴാണെന്ന് കേട്ട് ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ഇതിൽ കൂടെ കുട്ടികളും അറിയണം, കുഞ്ഞുങ്ങളുടെ പാരൻസും ടീച്ചറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളൊരു ധാരണ കുട്ടികൾ നാം വളർത്തിയെടുക്കണം. അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കും. രണ്ടാമത്, കുട്ടികളുമായി കഴിയുന്ന കൂടുതൽ ഇടപെട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ അവരെ കൊണ്ട് നടത്തുക. ഒരു പക്ഷേ കുട്ടികളുടെ അച്ഛൻ
ജോലി തിരക്കുകൊണ്ട് രാവിലെ പോയി അവർ വരുന്ന വൈകിയായിരിക്കാം. ഈ കുട്ടികളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സമയം വരെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. ആകെ കിട്ടുന്ന സാറ്റർഡേ ഓർ സൺഡേ. ആ ദിവസങ്ങളിൽ കുട്ടികളെല്ലാം കുടുംബം അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും സാധിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക സൗകര്യം അനുസരിച്ച് വേണമെങ്കിൽ ചെറിയ ഔട്ടിങ്ങൊക്കെ നടക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേറ്റവും കൂടുതൽ ഉത്തരവാദിത്തം വന്നു ചേരുന്നത് അമ്മയ്ക്കായിരിക്കും. മോസ്റ്റ്ലി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അവരുടെ ഭാരിച്ച ഒരു ജോലിയാണ്. കുട്ടികളെ നോക്കണം, അവരെ ശ്രദ്ധിക്കണം, അവരുടെ ഓരോ കാര്യങ്ങളും വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് അവരോട് ഒപ്പം കൂട്ടി പേരൻസ് ഒപ്പം കൂട്ടി വേണ്ട ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അത് അവരോട് ഒത്തിരി ദേഷ്യപ്പെടരുത്. സൗമ്യമായി സ്നേഹമായി എന്തും അവർക്ക് ചെയ്യാൻ പറ്റും, അവർ ചെയ്തു തരും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ കുട്ടികൾ കേൾക്കും. ഇനി ടീച്ചറിൻ്റെ സൈഡ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടീച്ചേഴ്സാണ്. അവരുടെ വലിയൊരു ഭാഗം ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായമാകും. ഇപ്പോഴത്തെ ടീച്ചർ ഞാൻ ആരും ഒരു ചില ടീച്ചേഴ്സിന് അവരെ കുറിച്ച് നല്ല വിദ്യാഭ്യാസം ഡിഗ്രി ഒത്തിരി കാണും. ഏതെങ്കിലും മധ്യാടിസ്ഥാനത്തിൽ നടക്കുന്ന സ്കൂളുകളോ മറ്റല്ലാത്ത സ്കൂളുകളോ എങ്ങനെയെങ്കിലും ആരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒത്തിരി ലക്ഷങ്ങൾ ഡൊണേഷനോ വഴി കൊടുത്ത് ടീച്ചറായിട്ട് മാറും. അവർക്ക് വലിയ ട്രെയിനിങ് ഒന്നും കാണില്ല, അവർക്ക് വലിയ ഡിഗ്രിയൊക്കെ കാണും. പക്ഷേ ഇവർക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സ്കൂൾ അധികാരികൾ ഒന്ന് പ്രധാനമായി ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടി ഒരു ഓറിയൻറ്റേഷൻ ഫ്രീക്വൻ്റായിട്ട് വല്ലപ്പോഴൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റൂ. ഈ ടീച്ചേഴ്സ് ഒരുപക്ഷെ നല്ല സുഖസൗകര്യങ്ങൾ വരുന്ന ടീച്ചറിന് കാശ് കൊടുത്ത് നല്ല പഠിത്തവും ക്യാപിറ്റൽ വേണ്ട ഒരുപാട് ഡൊണേഷൻ കൊടുത്ത് ജോലി കയറി ഇവർക്കൊരു ചെറിയ രീതിയിൽ ചില ഉണ്ടായേക്കാം. അപ്പോൾ ഇവരെല്ലാവരും അത്ര കണ്ട് എല്ലാം കണ്ട് കെയർ ചെയ്യില്ല. ഇവർക്ക് അവരുടെ ഒരു വലിയ മനോഭാവം ഉണ്ടാകും. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ എല്ലാ ടീച്ചേഴ്സിനും ചില ടീച്ചറിനെ കാണിക്കുന്ന ഏറ്റവും വെരി ബാഡ് ഹാബിറ്റ്, കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് ഏതെങ്കിലും ഒരു കുട്ടി ചെറിയ തെറ്റിയത് അപ്പം പറയും ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ്. അവരെ മാറ്റി നിർത്തുമ്പോൾ അവിടെ നിന്ന് തുടങ്ങും അവൻ്റെ ഒരു പക ആ ടീച്ചറിനുള്ളിൽ. ഒരിക്കലും അങ്ങനെ ടീച്ചേഴ്സ് ചെയ്യരുത്. ഒരു കുഴപ്പം കാണിച്ചാൽ അവനെ അപ്പോഴും വിളിക്കേണ്ട. സ്കൂൾ വിട്ട് എപ്പോഴും ഫ്രീ ടൈം ഉള്ളപ്പോൾ ഒന്നിൽ അവനെ വിളിക്കുക, പറയണം കുട്ടി ഇങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. അവരെ സമാധാനമായി വളരെ നയപരമായി സംസാരിച്ചാൽ ആ കുട്ടികൾക്ക് സന്തോഷമേ കാണത്തുള്ളൂ. അതല്ലാതെ നീ പുറത്ത് നിൽക്കുക, പുറത്ത് അവൻ അവിടെ നിർത്തിയ അവസാനം നീ നാളെ വരുമ്പോൾ നിൻ്റെ പേരൻസിന് കൊണ്ടുപോകണം ഇവിടെ വരാൻ ക്ലാസ്സിക്കാരൻ. അവൻ അവിടെ വെച്ചതിൻ്റെ ടോട്ടൽ ആവശ്യം അവൻ്റെ ആ ടോട്ടൽ ഡീമോറലൈസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ടീച്ചേഴ്സ് പ്ലീസ് ടേക്ക് കെയർ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഈ സ്റ്റുഡൻസിനെ കാണാൻ അവർ അത്ര പക്വതയുള്ള കുട്ടികളായിരിക്കില്ല. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ കാണിക്കുന്ന വികൃതിതരങ്ങൾ ഒരു 9, 10, 11 ക്ലാസ്സിലുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ ഈ ടീച്ചേഴ്സിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവരനുസരണമുള്ള കുട്ടികളായിരിക്കില്ല. അനുസരണം കേട്ട കുട്ടികളെ എങ്ങനെയെങ്കിലും സ്കൂളിൽ കൊണ്ടാക്കാമെന്നുള്ള ചില പേരൻസും ഉണ്ട്. ഇങ്ങനെ പല വിഭാഗത്തിലുള്ളവരാണ്. പക്ഷേ എങ്കിലും ഒരു ടീച്ചർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഈസ് എ ഡെഡിക്കേഷൻ. നമ്മുടെ ഒരു എന്താ പറയുക, അതിനോടുള്ളൊരു കടപ്പാടാണ്. നമുക്ക് പല രീതിയിലുള്ള കുട്ടികൾ നമ്മുടെ അടുക്കൽ എത്തിയേക്കാം. ടീച്ചറിൻ്റെ അടുക്ക് എത്തിയെങ്കിൽ അവരെ ടാക്കിൾ ചെയ്ത് അവരെ നല്ല രീതിയിൽ എടുക്കാൻ ആ ഒരു ടീച്ചേഴ്സിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കാണും. അതുകൊണ്ട് ചെയ്യേണ്ടത് ടീച്ചേഴ്സും ഫ്രീക്വൻ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുട്ടികളുടെ പേരൻസുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതൽ വഷളാകത്തില്ല. ഈ കുട്ടികളെ മനസ്സിലാക്കണം, ടീച്ചർ എന്നോട് നല്ല സ്നേഹത്തിലാണ്, ടീച്ചറും എൻ്റെ പേരൻസും നല്ല ബന്ധത്തിലാണെന്ന് വരുമ്പോൾ അതൊരു നല്ലൊരു അടിത്തറ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ പേരൻസിനോടും ടീച്ചേഴ്സിനോടും പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലാണ് ഈ കുട്ടികളുടെ ഭാവി ഇരിക്കുന്നത്. അവരുടെ ഭാവി ശോഭനമാക്കണമെങ്കിൽ പേരൻസും അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ശ്രദ്ധിച്ചാൽ വളരെയധികം പ്രഗത്ഭരായ കുട്ടികളെ നമ്മുടെ രാജ്യത്തിനായി വാർത്തെടുക്കാൻ പറ്റും. ഇതേ ടീച്ചറും പേരൻസ് വിചാരിച്ചാൽ ഈ കുട്ടികളെ നശിപ്പിക്കാനും ക്രിമിനലാക്കാനും പറ്റും. നമുക്ക് വേണ്ടത് നല്ല കുട്ടികളാണ്. അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കണം. അവരെ നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ അവരായിരിക്കും
നാളത്തെ രാജ്യശില്പികളാകേണ്ടത്. അവരുടെ അനുഭവങ്ങൾ, അവർ മറക്കാത്ത അനുഭവങ്ങളായിരിക്കണം അവരുടെ സ്കൂളിൽ നിന്നും അവരുടെ പേരൻസിൽ നിന്നും കിട്ടേണ്ടതെന്ന് നാം ഓർക്കണം. സോ ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നത്തെ കാലഘട്ടത്തെ അനുസരിച്ച് കുട്ടികളെ പേരൻസും ടീച്ചറിനും മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ അവരെ ഒരു മറ്റൊരു വഴിയിൽ അവരുടെ ലൈനിൽ പോട്ടെന്ന് പറഞ്ഞാൽ അവർ കൊടും ക്രിമിനലുകളായി മാറും. നിങ്ങൾക്കറിയാം, ഞാനൊന്നും പറയുന്നില്ല. പത്രത്തിലെടുത്താൽ ഈവൻ സ്റ്റുഡൻസ് പരസ്പരം കത്തിക്കുത്തുവരെ ആകുന്ന സ്റ്റേജിൽ വരുന്ന സ്കൂൾ ബസ്സിലിരുന്നൊരുത്തനെ കുത്തിയ ഒരു കേസ് വരെ നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ പ്ലീസ് എല്ലാ ടീച്ചേഴ്സിനോടും പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നവരെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ നോക്കുക, അവരെ ഷൗട്ട് ചെയ്തിരിക്കുക, അവരെ സ്നേഹിക്കുക. സ്നേഹത്തിൽ കൂടി അവരെ എന്തും പറഞ്ഞാൽ അവർ കീഴ്പ്പെടും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.